ഫോണിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വരുന്നു. ഒരു വിവാഹ ക്ഷണക്കത്താണത്. നമ്മളിൽ പലരും ചെയ്യുന്നത് പോലെ അയാളും അത് ആരാണെന്നറിയാനുള്ള താല്പര്യം കൊണ്ട് തുറന്നു നോക്കുന്നു. എന്നാൽ ആ ഒരൊറ്റ ക്ലിക്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാകുന്നു. കേൾക്കുമ്പോൾ അതിശയം എന്ന് തോന്നാം. പക്ഷേ ബാംഗ്ലൂരുവിലെ ഒരു ബിസിനസ്സുകാരൻ സംഭവിച്ചത് ഇതാണ്. വെറുമൊരു വിവാഹ ക്ഷണക്കത്ത് തുറന്നതിലൂടെ 5 ലക്ഷത്തിലധികം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ബംഗളൂരുവിലെ 42 വയസ്സുകാരനായ ബിസിനസ്സുകാരൻ നൂർ നാഹിദ് ഖാനാണ് ഈ കെണിയിൽ വീണിരിക്കുന്നത്. അപരിചിതമായ ഒരു നമ്പറിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ വാട്സപ്പ് സന്ദേശം വരുന്നത്. ഒരു വിവാഹ ക്ഷണക്കത്തിൻ്റെ രൂപത്തിലായിരുന്നു അത്. ചടങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി അതിനോടൊപ്പമുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സന്ദേശത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. അപരിചിതമായ നമ്പർ ആയിരുന്നുവെങ്കിലും ഒരു കല്യാണക്കുറിയല്ലേ എന്ന് കരുതി അദ്ദേഹം ആ ഫയൽ ഡൗൺലോഡ് ചെയ്തു. അതോടെയാണ് ബാങ്ക് അക്കൗണ്ട് കാലിയാവുന്നത്. ഡൗൺലോഡ് ചെയ്യാൻ സന്ദേശത്തിൽ പറഞ്ഞ ഫയലുണ്ടല്ലോ, അത് ഒരു സാധാരണ ഇമേജ് ഫയലോ PDF ആയിരുന്നില്ല. പകരം ഒരു APK ഫയലായിരുന്നു. ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതോടെ ആ ഫയൽ പണിയും തുടങ്ങി. മെയ് 7-ാം തീയതി പുലർച്ചെ 2:50 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ പല തവണയായി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കപ്പെടുകയായിരുന്നു. UPI ഇടപാടുകളിലൂടെ ആകെ 5,440,000 രൂപയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നല്ലേ, എന്താണ് ഈ APK ഫയൽ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? പറയാം വിശദമായി. ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് കേട്ടോ APK എന്നത്. നൂർ നാഹിദ് ഖാൻ ഡൗൺലോഡ് ചെയ്തത് ഒരു വിവാഹ ക്ഷണക്കത്തല്ല, മറിച്ച് ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു മാൽവെയർ അഥവാ ചാര സോഫ്റ്റ്വെയർ ആയിരുന്നു അത്. ഒരിക്കൽ ഈ ഫയൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ ഗാലറി, കോൺടാക്റ്റുകൾ, ക്യാമറ, SMS എന്നിവ നിയന്ത്രിക്കാനുള്ള അനുവാദം തട്ടിപ്പുകാർക്ക് ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ ബാങ്ക് ആപ്പുകളിലേക്ക് അവർക്ക് കടന്നു കയറാനും ബാങ്കിൽ നിന്ന് വരുന്ന OTP മെസ്സേജുകൾ ചോർത്തുവാനും സാധിക്കും. അക്കൗണ്ട് ഉടമ ഇതൊന്നും അറിയുക പോലുമില്ല എന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ വശം. പണം നഷ്ടപ്പെട്ടതറിഞ്ഞ് ബിസിനസ്സുകാരൻ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഫോണിലെ മാൽവെയർ വഴിയാണ് തട്ടിപ്പ് നടന്നെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. IT ആക്ട് പ്രകാരവും വഞ്ചനാ കുറ്റത്തിനും പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ ബംഗളൂരുവിൽ മാത്രമല്ല കേട്ടോ, സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരം മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ പറയുന്നത്. വിവാഹ ക്ഷണക്കത്ത് എന്ന വ്യാജേന അയക്കുന്ന ഈ APK ഫയലുകൾ വഴി നിരവധി ആളുകളെ തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അപരിചിതമായ നമ്പറുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളോ ഫയലുകളോ ഒരു കാരണവശാലും നിങ്ങൾ തുറക്കരുത്. രണ്ടാമത്തേത്, .apk എന്ന് അവസാനിക്കുന്ന ഫയലുകൾ വാട്സാപ്പ് വഴി ലഭിച്ചാൽ അത് ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യരുത്. മൂന്നാമത്തേത്, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ എപ്പോഴും ഗൂഗിൾ പ്ലേ സ്റ്റോർ മാത്രം ഉപയോഗിക്കുക. ഓർക്കുക, നിങ്ങളുടെ ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് മതി സൈബർ ക്രിമിനലുകൾക്ക് നിങ്ങളുടെ അധ്വാന ഫലം മുഴുവനും കവരാൻ. അതുകൊണ്ട് സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി.